ഓട്ടോറിക്ഷകളുടെ സ്റ്റേറ്റ് പെർമിറ്റ് മുഖ്യ മോട്ടോർ തൊഴിലാളി സംഘടനകളായ CITU-വും STU-വും രണ്ടു തട്ടിൽ എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരടി പുറകോട്ട് പോകരുതെന്ന് STU. കേരളത്തിലെ 20 ലക്ഷത്തോളം വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് ഇതെന്നും STU നടത്തിയ നിരവധി സമര പോരാട്ടങ്ങളിലൂടെയാണ് ഈ ഒരാവശ്യം നേടിയെടുത്തതെന്നും STU മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും മലപ്പുറം ജില്ലാ STU അധ്യക്ഷനുമായ VK തങ്ങൾ. ആരുടെയെങ്കിലും വാക്കുകേട്ട് ഇതിൽ നിന്നും സർക്കാർ പുറകോട്ട് പോയാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവേകതങ്ങളല്ലേ? മോട്ടോർ തൊഴിലാളി യൂണിയൻ STU-ന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? സംസ്ഥാന പ്രസിഡന്റ്. ഇപ്പോഴും നിലവില് ഈ ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് അനുവദിച്ചു എന്നുള്ളതിന്റെ ഒരു സർക്കാരിന്റെ സർക്കുലർ കണ്ടതായിട്ടുണ്ട്, വാർത്തകളൊക്കെ കാണുന്നുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്, സത്യാവസ്ഥ എന്താണ്? ഇത് വളരെ ശക്തമായ രീതിയിൽ STU ഒരു പ്രക്ഷോഭ സമരങ്ങൾ 3-4 സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ. ആ സമരത്തിന് നമ്മൾ പ്രധാനമായി ഉന്നയിച്ചൊരു ആവശ്യം, ഒരു ഡിമാൻഡ്, ഈ ഓട്ടോറിക്ഷ പെർമിറ്റ് ജില്ലക്കാണ് പെർമിറ്റ് ഉള്ളത്. പെർമിറ്റ് ഉണ്ടായപ്പോ സ്വാഭാവികമായിട്ട് പല പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഒന്നാമത്തത്, ഒരു മെഡിക്കൽ കോളേജ് തുടർ ചികിത്സക്ക് വേണ്ടി ജില്ലാ ആസ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വരുമ്പോ സ്വാഭാവികമായിട്ട് ഈ വണ്ടിയിൽ പോണ രോഗിയെ പകുതി വഴിക്ക് ഇറക്കിയിട്ട് മാറ്റി കയറ്റേണ്ട ഗതി വരുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒരു ശേഷി ഇല്ലാത്ത, പൈസ ഒരിക്കലും ജീവിക്കാൻ പോലും മാർഗമില്ലാത്ത ആൾക്കാരാണ് ഈ ഓട്ടോറിക്ഷ. കൈ പൈസയില്ലോന് ടാക്സി വാഹനമൊക്കെ വിളിച്ചു പോകും, അതിന് ശേഷി ഉണ്ടാവും, സ്വന്തം വണ്ടി ഉണ്ടാവും. ഏറ്റവും ദരിദ്രരായ ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഓട്ടോറിക്ഷ. അപ്പൊ ഈ പെർമിറ്റ് ജില്ലാ പെർമിറ്റ് ആക്കി ലിമിറ്റ് വന്നപ്പോ, അല്ലെങ്കിൽ നിജപ്പെടുത്തിയപ്പോ സ്വാഭാവികമായിട്ട് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. സർക്കാർ ഇതിലൊരു ചെറിയ ഇളവ് തന്നു. അപ്പൊ 20 കിലോമീറ്റർ അതുവരെ ഇവർക്ക് പോകാം ജില്ല വിട്ടിട്ട്. അപ്പൊ ഇവിടുത്തെ കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ ഒരാളെ രോഗിയെ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിർത്തി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ പോയാൽ ഒന്നും സംഭവിക്കൂല, അല്ലെങ്കിൽ പോകാൻ പറ്റൂല. ഇതേ പ്രശ്നം തന്നെ ഉണ്ടാകാം. രണ്ടാമത്, അത് കടന്നു പോയാല്, ഞങ്ങൾ മന്ത്രിയോട് ചോദിച്ചൊരു ചോദ്യം അതാണ്, അതിർത്തി കടന്നു പോയാൽ ഈ 20 കിലോമീറ്ററിനുള്ളിൽ ആക്സിഡന്റ് സംഭവിച്ചാല് പെർമിറ്റ് കഴിഞ്ഞ ദൂരമായതുകൊണ്ട് ഇൻഷുറൻസ് ഒരിക്കലും പൈസ കൊടുക്കൂല. അതിന് വരുന്ന ഒരു നഷ്ടം കൊടുക്കാൻ ഇൻഷുറൻസ് തയ്യാറാവില്ല, പെർമിറ്റ് ഇല്ലാത്ത സ്ഥലം എന്നതുകൊണ്ട്. രണ്ടാമത്തെ വിഷയം, ഇത് വന്നു, അങ്ങനെ വന്ന സ്വാഭാവികമായിട്ട് ഇൻഷുറൻസും ബന്ധപ്പെട്ട രീതിയിൽ കുടുംബം വിറ്റുകൾ അല്ലെങ്കിൽ പെര വിറ്റിട്ട് ഇത് നടത്തേണ്ട ഗതി വരും ഈ ഓട്ടോറിക്ഷക്കാരന്. ഈ രോഗിയെ പകുതി വൈക്കുന്നത് തിരിച്ചു കയറ്റുണ്ട്. വളരെ അത്യാവശ്യത്തിന്റെ നിലയിൽ കൊണ്ടുപോകുന്ന രോഗി പകുതി വൈക്കുന്നത് തിരിച്ചു കയറ്റുമ്പോ സ്വാഭാവികമായിട്ട് മരണം വരെ സംഭവിക്കുന്ന അവസ്ഥകൾ വരും. ഇങ്ങനെ ഒരു വിഷയം വരുന്നതുകൊണ്ട് നമ്മൾ ഡിമാൻഡ് ചെയ്തു. ഒന്നാമത്തത് അത്. സംസ്ഥാനത്ത് ഓട്ടോറിക്ഷകൾക്ക് ഇനി മുതൽ കേരളം മുഴുവൻ സർവീസ് നടത്താൻ പെർമിറ്റ് അനുവദിക്കാൻ സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനം. ഓട്ടോറിക്ഷകൾക്ക് ജില്ലാ അതിർത്തിയിൽ നിന്നും 20 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യാനായിരുന്നു ഇതുവരെ പെർമിറ്റ് നൽകിയിരുന്നത്. ഇതിനെതിരെ തൊഴിലാളി സംഘടനയായ STU സംസ്ഥാന അധ്യക്ഷൻ VK തങ്ങളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ്, കലക്ടറേറ്റ് മാർച്ചുകളടക്കം നിരവധി സമരങ്ങളാണ് നടത്തിയിരുന്നത്. ട്രാൻസ്പോർട്ട് അതോറിറ്റിയുമായി നിരവധി തവണ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഓട്ടോകൾ ദീർഘദൂരം സർവീസ് നടത്തുന്നതിലെ അപകട സാധ്യതയാണ് പെർമിറ്റ് നിയന്ത്രിച്ചിരുന്നതിന് കാരണം. എന്നാൽ ഇപ്പോൾ പെർമിറ്റ് നൽകിയപ്പോൾ ഇതിനെതിരെ പല കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി. എന്നാൽ ഇതിന്റെ കാര്യം ഞങ്ങൾ VK തങ്ങളുമായി പങ്കുവെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. 6 വരി വാഹനം പോകുമ്പോ മറ്റു വാഹനങ്ങളൊക്കെ 90 കിലോമീറ്റർ അടുപ്പ് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ആ കിലോമീറ്ററിൽ പോകുമ്പോ സ്വാഭാവികമായിട്ട് ഈ വണ്ടി 50 കിലോമീറ്റർ ആകുമ്പോൾ ഏത് സമയത്തും അപകടം സംഭവിക്കുന്ന അവര് പറയുന്നത്. അതിനൊരിക്കലും ഒരു 6 വരി പാതയിലും അതിവേഗ പാതയിലും ഇതുപോലത്തെ ലിമിറ്റ് ചെയ്ത വാഹനങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഒരു ട്രാക്ക് ഉണ്ട്.
4 ട്രാക്കിൽ 3 ട്രാക്ക് അതിവേഗത്തിൽ പോകുന്ന വാഹനങ്ങൾക്ക്, 1 ട്രാക്ക് പ്രാദേശികമായി പോകുന്ന വാഹനങ്ങൾക്ക് തിരിച്ചാനും മറിച്ചാനും ഒക്കെ ഉള്ള എല്ലാത്തിലും പറ്റാവുന്ന ഒരു ആ ട്രാക്ക് ഉപയോഗിക്കാം. ഈ താങ്കൾ പറയുന്നത് സർവീസ് റോഡാണോ ഉദ്ദേശിക്കുന്നത്? സർവീസ് റോഡ്, സർവീസ് റോഡ് ഉൾപ്പെടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാനുള്ള ഒന്നാമത്തെ പാത ഒഴിച്ച് ബാക്കിയൊക്കെ ഇങ്ങനെ പോണ വണ്ടികൾക്ക് ലിമിറ്റ് ചെയ്ത് പോകാനുള്ളതാണ്. ആ തടസ്സം അതോടുകൂടി തീരുകയാണ്. പിന്നെ പറയണെന്ന് വെച്ചാൽ അപകട സാധ്യത ഉണ്ടാകുന്ന രീതിയിലല്ല ഇതിന്റെ ബോഡി ബിൽഡിംഗ് എന്നാ പറയുന്നത്. അതെല്ലാ വാഹനങ്ങളും ഇതേപോലത്തെ വാഹനങ്ങളൊക്കെ അങ്ങനെയാണ് പോണത്, അങ്ങനെയാണ് ഇതിന്റെ മാനുഫാക്ചറിങ് അങ്ങനെയാണ്. അതിലൊരു തടസ്സമല്ല, വെറുതെ ഓരോ കാരണം പറഞ്ഞ് ഇത് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ തടസ്സം നടത്തുന്നത് CITUവിന്റെ പരാതികളുണ്ട്. ഓരോ പരാതി ഇപ്പൊ എന്താ, ഓരോ പരാതിയിൽ പറയുന്നത് 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ആക്കുക. ഇപ്പോൾ CITU തൊഴിലാളി യൂണിയൻ പറയുന്നത് 20 കിലോമീറ്റർ എന്നുള്ളത് 30 കിലോമീറ്റർ ആക്കി ഇതിൽ മാറ്റം വരുത്തി പരിഷ്കരിക്കണമെന്നാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് STU നേതാവും പറയുന്നു. എന്നാൽ പെർമിറ്റിൽ ഇളവ് വേണമെന്ന് CITU നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. ദീർഘദൂര യാത്രയ്ക്ക് യോജിച്ച വാഹനമല്ല ഓട്ടോറിക്ഷ. സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെ ഇല്ല. റോഡുകളിൽ ഓട്ടോയ്ക്ക് അനുവദിച്ചിരുന്ന പരമാവധി വേഗം 50 കിലോമീറ്ററാണ്. അതിവേഗ പാതകളിൽ പുതിയ വാഹനങ്ങൾ പായുമ്പോൾ ഓട്ടോകൾ ദീർഘദൂര സർവീസ് നടത്തുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിലയിരുത്തിയിരുന്നു. അത്തരത്തിലുള്ള ആശങ്കകൾ ഇതിൽ വേണ്ട എന്ന് VAK തങ്ങൾ പറയുന്നു. സൗകര്യമായ രീതിയിൽ വന്ന ഒരു അവസരം, അത് കൃത്യമായി ST എടുത്ത സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എടുത്ത തീരുമാനം വളരെ ശ്ലാഘനീയമാണ്, സ്വാഗതാർഹമാണ്. അതേപോലെ തന്നെ നാട്ടിലെ മനുഷ്യന് ഏറ്റവും കൂടുതൽ ദരിദ്രർക്ക് ഉപകാരം കിട്ടുന്ന വളരെ ബൃഹത്തായ ഒരു തീരുമാനമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഈ തീരുമാനത്തിനെതിരെ ആരെന്ത് ചെയ്താലും ശരി, കോടതിയെ സമീപിക്കേണ്ട ഒരു ഘട്ടം വന്ന നിയമപരമായി അങ്ങനെ പോരാടും, അല്ലെങ്കിൽ പ്രത്യേക സമര പരിപാടിയുമായി STU മുന്നോട്ട് നിലപാടിനൊപ്പം ശക്തമായിട്ടുണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. ഓക്കെ, താങ്കളൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവില് CITU ഇപ്പൊ തങ്ങൾ ഇതിൽ പറഞ്ഞു CITUവിന് ഒരു പരാതിയുണ്ട് 30 കിലോമീറ്റർ ആക്കി അത് ചുരുക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം സർക്കാർ പുനഃപരിശോധിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ STU അതിനെതിരെ രംഗത്ത് വരുമോ? STU ഇപ്പൊ തന്നെ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രക്ഷോഭ സമരങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ അതിന് തുടങ്ങി കഴിഞ്ഞു. അതായത് ഇത് പിൻവലിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ അത് പാടില്ല, ശക്തമായ ഒരു ആവശ്യക്കാർ ഇവിടെ പുറത്തുണ്ട്, ഇവരെല്ലാം ശരി എന്ന് പറയാൻ ശരിന്റെ ഒപ്പം നിൽക്കണേ നമ്മളെ സമര പോരാട്ടം ബാക്കിയുള്ളത് ഞങ്ങൾ ഇപ്പൊ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ രംഗത്തിറങ്ങണം. 1. 2, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുന്ന നീതിന്യായ വകുപ്പുണ്ട് ഇവിടെ, കോടതി പോലെ. ആ വ്യവഹാരങ്ങൾക്ക് ഒപ്പം നിന്ന് ഇത് ശക്തമായി നിലനിർത്തുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. തീരുമാനത്തിൽ നിന്ന് ഇനി വല്ല മാറ്റവും ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ സമര പരിപാടികൾക്ക് STU നേതൃത്വം നൽകുമെന്നും കോടതിയിൽ പോയി കേസ് നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗതാഗത കമ്മീഷണറും ട്രാഫിക് ചുമതലയുള്ള IGയും അതോറിറ്റി സെക്രട്ടറിയും ചേർന്നാണ് തീരുമാനമെടുത്തത്. യാത്രക്കാരുടെ സുരക്ഷ ഡ്രൈവർ ഉറപ്പുവരുത്തണമെന്ന ലാഘവത്തോടെയുള്ള നിബന്ധനയോടെയായിരുന്നു തീരുമാനം. ന്യൂസ് 99 മലപ്പുറം.